നമസ്കാരം. കേരളത്തിലെ സുഡാപ്പി ഭീകരന്മാർക്ക് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ എതിർക്കുന്ന ആളുകൾക്ക് അവരുടെ നെഞ്ച് പിളരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇറാൻ പ്രേമം കാണിച്ചിരുന്ന ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇറാൻ എന്ന് എഴുതും, എന്നിട്ട് അതിന്റെ കൂടെ കുറെ ലവ് ചിഹ്നോടും ഇറാൻ മാസ്, മരണം അല്ലെങ്കിൽ മരണമാസ്, ഇസ്രായേലിന്റെ അന്ത്യമെടുത്തു, അത് ഇറാനിലൂടെ ആയിരിക്കും. ഇറാൻ ഈ പാലസ്തീനെ പോലെ ഒരു ചെറിയൊരു സംവിധാനമല്ല, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ കുറച്ച് വാണങ്ങൾ, ഒരു 400 വാണങ്ങൾ ഇസ്രായേലിലേക്ക് വിട്ടിരുന്നു. ഈ വാണങ്ങൾ വിട്ടതിന്റെ പേരിലാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കുറെ പോസ്റ്റുകളും സംഭവങ്ങളും കിട്ടുക. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ ശരിയാണ്, അത് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് പരുക്കാണ്, എന്ത് കാഷ്വാലിറ്റിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുണ്ടായതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ്. ഒരു 7 വയസ്സുകാരിക്ക് ചെറിയൊരു പരുക്ക് പറ്റി എന്നല്ലാതെ ഒരു മരണവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ എവിടെയാണോ ഒരു ആക്രമണം നടത്തുന്നത് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് നേരെ ഇപ്പോൾ ആ വാണങ്ങൾ വിട്ടതിന്റെ എതിരായിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇറാനിലെ ഹിസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നഗരത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ വ്യോമാക്രമണം നടത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് അവരുടെ വ്യോമസേന തന്നെയാണ്. അപ്പൊ ഈ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാനെ പോലെ ചെറിയ ഉച്ചാലിത്തരം കാണിക്കുന്നില്ല. 7000 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് ഒരു രാജ്യത്ത് കടന്നു ചെന്ന് നിഷ്പ്രയാസം ചെന്ന് അവിടെ തകർത്തും മുന്നോട്ട് പോരാനുള്ള ഒരു ശക്തിയുള്ള, കഴിവുള്ള, അത്യാധുനിക ശേഷിയുള്ള സംവിധാനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. നമ്മൾ ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലസ്തീനിലെ പല ബിൽഡിങ്ങുകളും 10-30 നിലകളൊക്കെ നിസ്സാരമായിട്ട് ഈ മരട് ഫ്ലാറ്റ് ഒക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോകളും. ഇതൊന്നുമല്ല, അതിലൊരു സംവിധാനവും മാറ്റാതെ കൃത്യമായിട്ട് അടിവേര് തന്നെ അറുത്ത് കളയുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം വലിയ രീതിയിലുള്ള അത്യാധുനികമായിട്ടുള്ള ശേഷിയുള്ള സംവിധാനങ്ങൾ ഉള്ളതിന്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു രാഷ്ട്രത്തിന് നേരെയാണ് ഇറാൻ ഈ പറയുന്ന ഒരു വാണം വിട്ടുകൊണ്ടുള്ള ഒരു കലാപരിപാടി അവിടെ നടത്തുന്നത്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനും അല്ലെങ്കിൽ വല്ലങ്കി വേലക്കൊക്കെ കാണുന്ന പോലത്തുള്ള കലാപരിപാടിയാണ് ഇറാൻ അവിടെ നടത്താൻ ശ്രമിച്ചത്. ഇറാനെ സംബന്ധിച്ച് ഇറാന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഈ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ച് ലോകത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമൂഹം അല്ലെങ്കിൽ യാതന അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ രക്ഷകന്മാരാണ് തങ്ങൾ എന്നുള്ള ഒരു പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിരന്തരമായിട്ട് ശ്രമിക്കുക. അത് രക്ഷകന്മാരാകുന്നതിൽ യാതൊരു തർക്കമില്ല, അവർക്ക് സാമ്പത്തികമായിട്ടും മറ്റുള്ള സഹായവും നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ ഹിസ്ബുള്ള പോലെ, ISIS പോലെ, ഹമാസ് പോലെ, അതുപോലെ പല ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും സാമ്പത്തികവും ആയുധവും നൽകി ഇസ്രായേലിനെ പോലെയുള്ള രാഷ്ട്രങ്ങളെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ നമ്മൾക്ക് എങ്ങനെ ഇതിനെ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കും? ഇറാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്നതിൽ തർക്കമില്ല, അത് നേരെ കെടുക്കുന്ന കാര്യമാണ്. ഈ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ കയ്യിൽ നിരന്തരമായിട്ട് ഞങ്ങൾ ഒരു ആണവശേഷിയുള്ള രാഷ്ട്രമാണ് എന്നുള്ള നിലയിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഭീഷണിയിൽ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും നിലനിൽക്കുന്നു. ഇപ്പൊ സൗദി അറേബ്യ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ UAE ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ഇറാൻ ആക്രമിച്ച അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നാളെ ഇവര് ഈ ഇറാൻ ഞങ്ങൾക്ക് നേരെയും ഇതുപോലെ തന്നെ വരും എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായങ്ങളാണ് ഈ സുന്നി രാഷ്ട്രങ്ങളായിട്ടുള്ള ഈ സൗദി അറേബ്യയും UAEയും അമേരിക്കയോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സുന്നി ഷിയ വിഷയം പാകിസ്ഥാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളികളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ മാത്രമല്ല, ആഗോളതലത്തിൽ ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു വൈര്യത്തിന് വലിയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് 1% പോലും ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്ന കാര്യമല്ല. കൃത്യമായിട്ട് പറയാലോ, ഇറാനെ സംബന്ധിച്ച് ഇറാൻ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കലാപരിപാടികൾ ലോകത്തെ ജനങ്ങൾ കാണുന്നുണ്ട്, ലോകരാഷ്ട്രങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് വന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ അടക്കം വലിയ തരത്തിലുള്ള ബാൻ, പല രീതിയിലുള്ള ഉപരോധവും ഇവർക്ക് എതിരെ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ
ഇറാൻ ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 40ഓളം ഇവരുടെ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ, നമ്മുടെ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. ഇപ്പോ ഒസാമ ബിൻ ലാദന്റെ കയ്യിൽ അണുവായുധം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ISIS ഭീകരവാദികളുടെ കയ്യിൽ അണുവായുധം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഇതൊക്കെ ഈ എന്താ പറയാ, ഒരു സമയത്ത് ഒരു ഭ്രാന്തനെ പോലെ ചിന്തിക്കുന്ന ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന സദ്ദാം ഹുസൈനെ പോലെയുള്ള ആളിന്റെ കയ്യിൽ, യുദ്ധഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ അണുവായുധം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മാരകമായിട്ടുള്ള ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ ഈ ഭീകരവാദ അനുകൂല നിലപാടെടുക്കുന്ന നേതൃത്വത്തിന്, അല്ലെങ്കിൽ ലോക നേതൃത്വത്തിലേക്ക് വലിയ രീതിയിൽ അവർക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള നിലപാടെടുക്കുന്ന ഈ വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്തു. അപ്പോൾ സദ്ദാം ഹുസൈൻ ആണെങ്കിലും ഒസാമ ബിൻ ലാദൻ, ഇവരൊക്കെ മനസ്സ് റൂട്ട് എല്ലാം ഒരേ നിലയിലാണ്. ഒരാൾ ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്നെങ്കിൽ ഒരാൾ ഒരു ഭീകര സംഘടനയുടെ തലവൻ. അപ്പോൾ ഇതുപോലെ ഒരു സാഹചര്യമാണ്. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ കയ്യിൽ ശക്തമായിട്ടുള്ള അണുവായുധം ഉണ്ടെങ്കിൽ ഇത് ലോകത്തെ പല രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഓരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്നത്. ഈ ഓരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കരുതും ഇതൊരു രാഷ്ട്രത്തിന് നേരെയുള്ള കടന്നുകയറ്റം. ഒരു കടന്നുകയറ്റമില്ല, യാഥാർത്ഥ്യം സത്യസന്ധമായിട്ടുള്ള വിഷയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, യുദ്ധ ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ള പല മേജർ അല്ലെങ്കിൽ മുതിർന്ന സൈനിക ജനറൽമാരെ പോലും ഇവരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് സിറിയയിലെ ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടത്തുന്ന. ആ ആക്രമണത്തിൽ സൈനിക ബ്രിഗേഡ് ജനറൽ പോലും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരു രാഷ്ട്രത്തിന് എതിരെ ഇസ്രായേൽ ചെയ്യുമ്പോൾ ഒരു തമാശയായിട്ട് ചെയ്യുന്നതല്ല. ഇത് ലോകത്തിനും പശ്ചിമേഷ്യക്ക് പോലും വലിയ തരത്തിൽ ഭീഷണിയാകുന്ന ആളുകളാണ് ഈ മരണപ്പെടുക. അപ്പോൾ ഇറാൻ അത്രത്തോളം വലിയ രീതിയിൽ മറ്റ് രാജ്യങ്ങളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണെന്നതിൽ തർക്കമില്ല. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് നിലവിലുള്ളത് വെറും വളരെ വീക്കായിട്ടുള്ള ഒരു 10-40 വർഷത്തെ പഴക്കമുള്ള പല വെപ്പൺസ് പോലും ഇപ്പോഴും ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്യാധുനികമായിട്ടുള്ള നിലയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആയുധ ശേഖരം, അവരുടെ സംവിധാനങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഇറാൻ വെറും വട്ടപൂജ്യമാണ്. അതിന്റെ പേരിലാണ് ഇറാൻ ആക്രമിച്ചിട്ടും ഇസ്രായേലിന് ഒരു പരുക്കും പറ്റാതെ കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ പറ്റും. ഇവർ പറയുന്ന അമേരിക്ക ഒന്ന് മാറി നിന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ഇല്ലാത്തത് മാറി നോക്കട്ടെ, ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ. അമേരിക്ക മാറി നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കഷ്ടകാലം തുടങ്ങുന്നത് ഇറാന്റെ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ച് ആ സമയത്ത് ഇറാനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത രീതിയിലുള്ള ആക്രമണം നടത്തരുത് എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക പറയുക എന്നുള്ളൊരു സംവിധാനം എപ്പോഴും ഇസ്രായേലിന് നേരെയുണ്ട്. ഇസ്രായേൽ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. പക്ഷെ ഇസ്രായേൽ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും വകവെക്കാറില്ല. കൃത്യമായിട്ട് ഇറാനെ പോലെയുള്ള എല്ലാ ഭീകര രാഷ്ട്രങ്ങളെയും ഇസ്രായേൽ ആക്രമിക്കുക. അതിന്റെ ഉത്തമ ഫലമാണ് ഇപ്പോൾ ഈ ഇറാന് നേരെ കണ്ടിരിക്കുന്ന ഒരു വലിയ ആക്രമണം എന്നുള്ളത് യാതൊരു തർക്കമില്ല. ബിബിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.